ഹായ് ഡിയേഴ്സ്, നിഷീസ് കിച്ചൺ വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാലഡാണ്, റഷ്യൻ സാലഡ്. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് ക്യാരറ്റും ഉരുളക്കിഴങ്ങും തൊലി കളഞ്ഞ് ചതുര കഷ്ണങ്ങളായി മുറിച്ച് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്രഷ് ഫ്രോസൺ ഗ്രീൻ പീസും സ്വീറ്റ് കോണും കഴുകി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം വേവിച്ചെടുക്കണം. സാലഡിനായതുകൊണ്ട് ഒരു 1/4 ഭാഗം വേവിച്ചെടുത്താൽ മതി. തിളച്ച വെള്ളത്തിലോട്ടിട്ട് വേവിച്ചെടുക്കാം. ഇവിടെ അടുപ്പത്ത് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ചിട്ടുണ്ട്. ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ആദ്യം ക്യാരറ്റും ഗ്രീൻ പീസും സ്വീറ്റ് കോണും ഇട്ട് കൊടുക്കാം. ഈ ക്യാരറ്റും ഗ്രീൻ പീസും സ്വീറ്റ് കോണും വേവ് കുറവായതുകൊണ്ട് അത് മാത്രം ആദ്യം വേവിക്കുന്നത്. ഉരുളക്കിഴങ്ങ് കുറച്ച് വേവ് കൂടുതലുള്ളതുകൊണ്ട് അത് വേറെ തന്നെ വേവിച്ചെടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യാം. ഇപ്പോ ക്യാരറ്റും ഗ്രീൻ പീസും സ്വീറ്റ് കോണും പാകത്തിന് വെന്തിട്ടുണ്ട്. ഏകദേശം ഒരു 3-4 മിനിറ്റ് സമയത്തുണ്ട് ഇത് വേവിക്കാൻ തുടങ്ങിയിട്ട്. ഇനി ഇത് കോരി ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത വെള്ളത്തിലേക്ക് മാറ്റണം. ഞാനൊരു ബൗളിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട്, അതിലേക്ക് കോരി മാറ്റാം. ഇനി ഇതേ വെള്ളത്തിലേക്ക് എടുത്തു വെച്ച ഉരുളക്കിഴങ്ങിട്ട് വേവിച്ചെടുക്കാം. ഇനി ഈ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് വെച്ച് ക്യാരറ്റും ഗ്രീൻ പീസും സ്വീറ്റ് കോണും കോരി വേറെ ബൗളിലേക്ക് മാറ്റാം. 2 മിനിറ്റ് തണുത്ത വെള്ളത്തിലിട്ട് വെച്ചാൽ മതിയാവും. ഇപ്പോ ഉരുളക്കിഴങ്ങും പാകത്തിന് വെന്തിട്ടുണ്ട്. ഇതും കോരി തണുത്ത വെള്ളത്തിലേക്ക് മാറ്റാം. ഇതിന് വെള്ളത്തിന് കോരി നേരത്തെ വേവിച്ചതിൻ്റെ ഒപ്പം ഇടാം. ഇനി ഇതിലേക്ക് ഒരു ആപ്പിൾ മുറിച്ചതും കുറച്ച് പൈനാപ്പിൾ മുറിച്ചതും ചേർക്കാം. ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മയോണൈസ് ചേർക്കാം. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മയോണൈസാണ്. ഇതിൻ്റെ റെസിപ്പി നേരത്തെ ഇട്ടിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ക്രീം ചേർക്കാം. ഇത് അനലോഗ് ക്രീം എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുന്ന ക്രീമാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്യാം. ഇതിലെന്തെങ്കിലും നട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ ഒക്കെ വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റഷ്യൻ സാലഡ് റെഡിയാണ്. ഇനി ഇതൊരു പ്ലേറ്റിൽ സെർവ് ചെയ്യാം. സെർവ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു പ്ലേറ്റിൽ കുറച്ച് ലെറ്റ്യൂസ് നിരത്തിയിട്ടുണ്ട്. അതിലേക്ക് റെഡിയാക്കി വെച്ച സാലഡ് വിളമ്പാം. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കുന്നത് കൂടുതൽ നല്ലതായിരിക്കും. നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി കഴിക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. താങ്ക് യു.